നാടിനെ നടുക്കിയ കൊലപാതക പരമ്പരയ്ക്ക് ശേഷം പ്രതി അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തിയത് ഓട്ടോറിക്ഷയിൽ. പരിചയമുള്ള ഓട്ടോ ഡ്രൈവറെ ഫോണിൽ വിളിച്ച് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു. യാതൊരു ഭാവമാറ്റവും ഇല്ലാതെയാണ് ഇയാൾ ഓട്ടോയിൽ സഞ്ചരിച്ചത്. ഓട്ടോ പുറത്തു നിർത്തിയ ശേഷം അഫാൻ നേരെ പോലീസ് സ്റ്റേഷനിലെത്തി മുന്നിലിരുന്ന പോലീസുകാരനോട് താൻ 6 പേരെ കൊലപ്പെടുത്തിയിട്ടാണ് വരുന്നതെന്ന് പറയുകയായിരുന്നു. വെഞ്ഞാറമൂട്ടിൽ നിന്ന് പുത്തൻപാലം വഴി നെടുമങ്ങാട്ടേക്ക് പോകുന്ന വഴിയിൽ പേരുമല ജംഗ്ഷന് സമീപത്താണ് അഫാന്റെ വീട്. പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രതിയുടെ മൊഴി കേട്ട് ആ പോലീസുകാരൻ ഞെട്ടി. ഏതൊക്കെ സ്ഥലങ്ങളിൽ ആരൊക്കെയാണ് കൊന്നതെന്നും എങ്ങനെയാണ് കൊന്നതെന്നും അഫാൻ വിവരിച്ചു. ഇതോടെ വിവരം സ്ഥിരീകരിക്കാൻ പോലീസുകാർ ഓട്ടം തുടങ്ങി. അഫാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് തെളിഞ്ഞതോടെ കഥകൾ ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങി. 5 പേരെയും റിപ്പർ മോഡലിലാണ് കൊന്നത്, തലക്കടിച്ച്. അമ്മ അതീവ ഗുരുതരാവസ്ഥയിലാണ്. രാവിലെ 10 മണിക്കും 6 മണിക്കും ഇടയിൽ നടന്ന കൊലകൾ. വെഞ്ഞാറമൂട് പേരുമല സൽമാസിൽ അഫാനാണ് മുത്തശ്ശി, ഇളയ സഹോദരൻ, പിതാവിൻ്റെ ജ്യേഷ്ഠൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, പെൺ സുഹൃത്ത് എന്നിവരെ 3 വീടുകളിലെത്തി കൊലപ്പെടുത്തിയത്. ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ അഫാന്റെ മാതാവ് വെഞ്ഞാറമൂട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മുത്തശ്ശി സൽമ ബീവി, സഹോദരൻ 9ാം ക്ലാസ്സുകാരനായ അഫ്സാൻ, പിതാവിൻ്റെ സഹോദരൻ ലത്തീഫിൻ്റെ ഭാര്യ ഷാഹിദ, കാമുകി വെഞ്ഞാറമൂട് പുതൂർ മുക്കുന്നൂർ അമൽ മൻസിലിൽ സുനിലിൻ്റെ ഷീജയുടെ മകൾ 22-കാരിയായ ഫർസാന എന്നിവരാണ് കൊല്ലപ്പെട്ടത്.